അസർബൈജാൻ എയർലൈൻസ് വിമാനാപകടം ലോകത്തെ ഞെട്ടിച്ചു. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അപകടത്തിന് കാരണം അട്ടിമറിയാണോ എന്ന സംശയവും പിന്നീട് ഉയർന്നു. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ചെച്നിയയിലുള്ള ഗ്രോസ്നിയയിലേക്ക് പറക്കുകയായിരുന്ന വിമാനമാണ് തകർന്നു വീണത്. മൂടൽമഞ്ഞ് മൂലം ഗ്രോസ്നിയയിൽ ഇറങ്ങാൻ അനുമതി നിഷേധിച്ചെന്നും കാസ്പിയൻ കടലിന്റെ ഭാഗത്തേക്ക് തിരിച്ചുവിടുകയും ചെയ്തെന്നും തുടർന്ന് കസാക്കിസ്ഥാനിലെ അക്തു നഗരത്തിന് സമീപം കടലിനോട് ചേർന്ന് തകർന്നു വീഴുകയായിരുന്നെന്നുമാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. അസർബൈജാൻ എയർലൈൻസിന്റെ J-28-243 എംബ്രയർ 190 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ക്രിസ്മസ് ദിവസമുണ്ടായ അപകടത്തിൽ 38 യാത്രക്കാരാണ് മരിച്ചത്. വിമാനത്തിൽ 67 പേരാണ് ഉണ്ടായിരുന്നത്. 29 പേർ പരിക്കുകളോടെ ചികിത്സയിലാണ്. അതിനിടെ മോശം കാലാവസ്ഥയല്ല അപകടമുണ്ടാക്കിയതെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇക്കാര്യം അസർബൈജാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിമാനം തകർന്നു വീണ സംഭവത്തിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടെന്നാണ് അസർബൈജാൻ എയർലൈൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഭൗതികവും സാങ്കേതികവുമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളതെന്നും അസർബൈജാൻ എയർലൈൻസ് അറിയിക്കുന്നു. റഷ്യയുടെ മിസൈൽ പതിച്ചാണ് അപകടമുണ്ടായതെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇക്കാര്യം റഷ്യ നിഷേധിച്ചിരുന്നു. മാത്രമല്ല, ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. റഷ്യയുടെ പാൻഡസിർ എസ് എയർ വ്യോമ പ്രതിരോധ സംവിധാനമാണ് വിമാനം തകർത്തതെന്ന് അസർബൈജാൻ സർക്കാർ അനുകൂല വെബ്സൈറ്റായ കാലിബർ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. വിമാനത്തിന്റെ മുൻവശത്ത് ദ്വാരം വീണിട്ടുണ്ട്. ഇത് മിസൈലിന്റെ ഭാഗം പതിച്ചതാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റഷ്യയിലെ ഗ്രോസ്നി യുക്രൈൻ ഡ്രോണുകൾ ലക്ഷ്യം വയ്ക്കുന്ന നഗരമാണ്. ഇവയെ പ്രതിരോധിക്കാൻ കനത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് റഷ്യ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നുള്ള മിസൈൽ അബദ്ധത്തിൽ പതിക്കുകയായിരുന്നെന്ന ആരോപണമാണ് ഉയരുന്നത്. വിമാനത്തിന്റെ GPS സംവിധാനം തകരാറിലായിരുന്നു എന്നാണ് ഓൺലൈൻ വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24 പറയുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് GPS സംവിധാനം തകരാറിലായതെന്ന് വെബ്സൈറ്റ് പറയുന്നില്ല. 1 മണിക്കൂറോളം ഉയരം നിലനിർത്താൻ വിമാനം പ്രയാസപ്പെട്ടു. തുടർന്ന് പെട്ടെന്ന് താഴേക്ക് വരികയും പിന്നീട് നിലത്തേക്ക് ഇടിച്ചിറങ്ങുകയും ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനിടെ വിമാനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴികളും വരുന്നുണ്ട്. ഗ്രോസ്നിയയിൽ എത്തുന്ന സമയത്ത് വലിയൊരു ശബ്ദമുണ്ടായതായി ഒരു യാത്രക്കാരൻ റോയിറ്റേഴ്സിനോട് പറയുന്നു. വിമാനം തകരാൻ പോകുന്നു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ മരണം ഞാൻ ഉറപ്പിച്ചു. അതിനായി ഞാൻ മനസ്സിനെ പാകപ്പെടുത്താനും തുടങ്ങി. ആശുപത്രിയിൽ ചികിത്സയിലുള്ള യാത്രക്കാരൻ പറയുന്നു. വലിയ ശബ്ദം കേട്ട ശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ട പോലെയായിരുന്നു വിമാനമെന്നും യാത്രക്കാരൻ പറയുന്നു. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാണെന്ന് വിവിധ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യം റഷ്യ സ്ഥിരീകരിച്ചിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് റഷ്യ പറയുന്നത്. വിമാനത്തിനെ ലാൻഡ് ചെയ്യാനായി മറ്റ് എയർപോർട്ടുകൾ നിർദ്ദേശിച്ചെങ്കിലും ക്യാപ്റ്റൻ കസാക്കിസ്ഥാനിലെ അക്തു തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് റഷ്യൻ വ്യോമയാന മേഖലയിലെ നിരീക്ഷകരായ റോസ വിയാറ്റ്സിയ പറയുന്നു. സുരക്ഷ മുൻനിർത്തി റഷ്യയിലേക്കുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയതായി അസർബൈജാൻ എയർലൈൻസ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിട്ടുണ്ട്.